വയനാട് തന്നെയാണ്. എത്രാമത്തെ പൊങ്കാല? 22ാമത്തെ പൊങ്കാലയായി. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റുകാൽ പൊങ്കാല ഇഷ്ടംപോലെ സ്ഥലങ്ങളിലാണെങ്കിൽ പൊങ്കാല അടുപ്പിട്ട് പൊങ്കാല നിവേദ്യം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അന്നദാനം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആറ്റുകാൽ നടയിൽ ഉള്ള ഒരു അന്നദാന വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ ചെറിയ വീഡിയോ ഇട്ടായിരുന്നു. പോകുന്നതാണ്. കടന്നു വരൂ, ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കും. വാഴക്കറ, മഷിക്കറ, ചായക്കറ, കറിക്കറ, സാമ്പാർ റെഡിയാ. സാമ്പാർ അവിയൽ എല്ലാം ഉണ്ട്. ഒരു സൈഡ് പൊങ്കാല ഇടുന്നുണ്ട്. ഇവിടെ സംഭവം എന്താ, ചോറൊക്കെയാണ് ഇത് എടുക്കുന്നുണ്ട്. എത്തി 5 മിനിറ്റ് ആയി. എല്ലായിടത്തും പോകണ്ടേ? അല്ല, ഞാൻ ഇവിടെ വന്ന് 10 മിനിറ്റ് ആയി. കുഴപ്പമില്ല, ഞാൻ ക്യൂ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ നമ്മളൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? എങ്ങനെ കൊണ്ടുപോകുന്നു കൂടാ? പോട്ടെ. സാമ്പാർ വാങ്ങിച്ചില്ല. അടുത്ത പിടിച്ചോ. അതിനകറ്റായി പാലത്തിനോടെ മുന്നോട്ട് പോണേ. മാത്രം കൊടുക്കും. വെയിറ്റ് ചെയ്യല്ലേ ആരും ഇവിടെ. പ്ലേറ്റ് ഉള്ളവർക്ക് അശോകനാ ബാത്റൂം പ്ലേറ്റ് കൊടുക്കല്ലേ. 10-12 ആയിട്ടുള്ളൂ. സ്ഥലം എവിടാ? ഇവിടെ തന്നെ, കരുനാഗപ്പള്ളി. 10-12 എന്ത് കുറഞ്ഞു പോയി? അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരുങ്ങി ഇന്ന് വരാൻ പറ്റില്ല. ഈ പ്രാവശ്യം എന്നേക്കായും നല്ല രീതിയിൽ പൊങ്കാല ഇട്ടു. ഓരോ വർഷം ഓരോ രീതിയിൽ പൊങ്കാല ഇടുന്നു. എവിടെന്നാ വരുന്ന? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആദ്യമായിട്ടാണ്? കട്ടപ്പനയുടെ ഹൃത്തിക് റോഷൻ. ഇത്തവണ എന്തെങ്കിലുമൊക്കെ പുതിയ ആഗ്രഹങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഇത്തവണത്തെ പൊങ്കാല വിശേഷങ്ങളാണ് അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞപ്പോൾ? കുഴപ്പമില്ല, അടിപൊളി. എത്രാമത്തെ പൊങ്കാലയാണ്? ഞാൻ 7 വർഷം കൊണ്ട് വരാതിരിക്കുകയാണ്. ആ, എന്തെങ്കിലും വയ്യായ്മ ഉണ്ടായിരുന്നോ? ഓക്കെ, ശരി ശരി അമ്മ, ശരി. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കഴിക്കുന്നുണ്ട്. ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. നല്ല ഒരു അന്തരീക്ഷത്തിൽ തണലുള്ള സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നല്ലേ? ആ, കൊല്ലത്തുനിന്ന് ഒന്നാണ്. എവിടെ നിന്ന്? ഓക്കെ ഓക്കെ ഓക്കെ. ആ, ചേച്ചിക്കൊന്നും സംസാരിക്കാനില്ല. എത്രാമത്തെ പൊങ്കാലയാണ്? 5ാമത്തെ പൊങ്കാലയാണ്. ഫുഡ് കൊള്ളാമോ? കൊള്ളാം. ചേച്ചി എത്രാമത്തെ പൊങ്കാല? 2ാമത്തെ പൊങ്കാലയാണ്. ആ, ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ആഗ്രഹം വല്ലതും ഉണ്ടോ? അതിപ്പോ പറയാൻ പറ്റത്തില്ല. ഓക്കെ അമ്മച്ചി, ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളൊക്കെ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആഗ്രഹം എല്ലാം നടത്തി 14 കൊല്ലം ബോംബെയിൽ പൊങ്കാല ഇട്ടിട്ട് 15ാമത് ഇവിടെ ഇടുക. ഓ, അതാണ് ഹിന്ദിയിൽ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചത്. ഞങ്ങളുടെ ജെറിമറി എന്ന് പറഞ്ഞ അമ്പലത്തിലാണ്. ഫേസ്ബുക്ക് പറഞ്ഞു ആണോ? ചേച്ചിയുടെ എത്ര വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. 3ാമത്തെ പൊങ്കാല. പറഞ്ഞോ. ആദ്യത്തെ പൊങ്കാല. ഇനി 100 പൊങ്കാല കൂടെ ഇടാൻ പറ്റട്ടെ. ഫസ്റ്റത്തെ പൊങ്കാല. ഓക്കെ, ആദ്യത്തെ പൊങ്കാലയാണ്. 15 വർഷം കൊണ്ട് വരുന്ന ഇന്ന് വന്നപ്പോ 20 പേരെയും കൊണ്ടാണ് വന്നത്. എല്ലാരെയും സന്തോഷം. എന്തെങ്കിലും ടൂർ പാക്കേജ് വല്ലതും ഉണ്ടോ? ടൂർ പാക്കേജ് ഒന്നുമില്ല, അമ്മയ്ക്ക് വേണ്ടി പൊങ്കാലിടാൻ വന്നു. ഓക്കെ ചേച്ചി, 4ാമത്തെ പൊങ്കാല. ഓക്കെ, ഒരു പാത്രം സാമ്പാറായിട്ട് എവിടെ പോകുന്നു? ചോറുണ്ട്, ചോറും സാമ്പാറും. സംഭവം അന്നദാനം തീർന്ന സമയത്താണ് ഇഷ്ടംപോലെ സാമ്പാർ ഒഴിച്ചു തന്നത് അല്ലേ? എല്ലാവരും എവിടെ നിന്നാണ്? സ്ഥലം എവിടെ? ആദ്യത്തെ പൊങ്കാലയാണോ? പിന്നെ 4-5 പ്രാവശ്യമായി. എത്രാമത്തെ? 4-5 പ്രാവശ്യമായി. 3 പ്രാവശ്യം. ഓക്കെ, ഇത് എത്രാമത്തെ പൊങ്കാലയാണ് ചേച്ചി? ഞാൻ ഇപ്പൊ 6 വർഷം, നമ്മൾ കൊറോണന്റെ ടൈമിൽ ഫസ്റ്റ് വന്നതാണ്. വയനാടാണ് സ്ഥലം. സുൽത്താൻ ബത്തേരിയാണ് വരുന്നത്. ഓക്കെ, ഞങ്ങളിപ്പോ 2 വർഷം വീട്ടിൽ ചെയ്തു. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു ഇത് തോന്നില്ല. ആ സമയം എടുക്കുമ്പോൾ നമുക്ക് ചെയ്യണം എന്നുള്ള ഇതാണ്. വയനാട് തന്നെയാണ്? അല്ല, ഞങ്ങൾ രണ്ടുപേരും കോഴിക്കോട് നിന്ന് ഇവിടെ എപ്പം വന്ന്? ഞങ്ങൾ ഇന്നലെ വന്ന് പൊങ്കാലിടാൻ. ആദ്യത്തെ പൊങ്കാല. എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ട്? ചേച്ചിയുടെ ആദ്യത്തെ പൊങ്കാലയാണ്. ഇനിയും വരണം, ദേവിയുടെ അനുഗ്രഹം കിട്ടണം. വരുന്ന വർഷം ഇതേപോലെ സാധിച്ചാൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ശരി.